മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുതെന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. ഇളവറാങ്കുഴി മാവിളയിൽ വീട്ടിൽ രാജേഷിനെയാണ് ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ MG വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഒന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ദുരിതാശ്വാസ നിധിയിലേക്ക് വലുതും ചെറുതുമായ തുകകൾ കൈമാറുമ്പോഴാണ് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും രാജേഷ് വ്യാജ പ്രചരണം നടത്തിയത്. ദുരിതാശ്വാസത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി വലിയ തട്ടിപ്പ് നടത്തുന്നുവെന്നും ആരും പണം നൽകരുതെന്നുമാണ് രാജേഷ് പ്രചരിപ്പിച്ചത്. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എന്നാടാ പിണറായി സർക്കാർ ഇങ്ങ പണി വെച്ചിരിക്കെ. നമ്മൾ പതിക്കുന്നത് വയനാട് ടൗൺഷിപ്പിലാണ്. ഇവിടെ എന്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നെന്ന് സത്യം പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് നല്ലതാണ്. നമ്മൾ ഒരുപാട് ഗവൺമെന്റിനെ വിമർശിക്കുന്നതാണ്, പിണറായി വിജയനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് തെറ്റില്ല എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. 410 വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 178 വീട് പണി പൂർത്തിയായി. നാളെ മുഖ്യമന്ത്രി താക്കോൽ ദാനം ചെയ്യുകയാണ്. ഈ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റാണ്. ഒരു രക്ഷയില്ല. എന്ത് ചെയ്തു വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് സാധാരണ നമ്മൾ ഒരു വീട് കുറച്ച് പൈസയൊക്കെ വെച്ച് കെട്ടുന്നതൊക്കെന്നല്ല, ഇത് ഭയങ്കരമായിട്ട് ബീമും കാര്യങ്ങളൊക്കെ വെച്ച് ഇനി വലിയൊരു പ്രളയം വന്നാൽ പോലും ഇത് ഇടിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ചെയ്തു വെച്ചേക്കെന്ന് പറഞ്ഞാൽ. അതിന് തന്നെ ഫർണിച്ചർ, ഡോറ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. എന്തുവായാലും ഇതിന് 100-ൽ 110 മാർക്ക് കേരള സർക്കാരിന് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു പ്രളയം വന്നപ്പം നമ്മൾ മലയാളികളെല്ലാം ഒന്നിച്ച് നിന്നതിന്റെ ഒരു ഗുണമാണിത്. എത്ര കണ്ടാലും സത്യം പറഞ്ഞാൽ ഇവിടെ കൊതി തീരുന്നില്ല. അത്ര നല്ലൊരു ടൗൺഷിപ്പാണ്, നല്ല മനോഹരമായിട്ടുള്ള ടൗൺഷിപ്പാണ്. അതിന് പിണറായി സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ തരണം. അതുകണക്ക് തന്നെ ഇനി എത്ര വലിയ പ്രളയം വന്നാലും നമ്മുടെ മലയാളികൾ ഒന്നിച്ചിരുന്നാണ്ടുണ്ടല്ലോ, ഇതല്ല ഇതിന്റെ 1000കണക്കിന് ടൗൺഷിപ്പ് നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അടിപൊളി പരിപാടിയാണ്. ഇത് സൂപ്പർ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് ഒരു 1.5 വീടാണ്.